ഒരുവിന ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകട്ടെ. ആരാധനത്തിൽ അനുഗ്രഹമായ ചിന്തകൾ കേൾപ്പാൻ തപ്പടിയാക്കി ദൈവത്തിൻ്റെ ആ വലിയ ആ സ്നേഹത്തോർത്ത്, ആ മഹാസ്നേഹത്തോർത്ത്, നിത്യസ്നേഹത്തോർത്ത് ദൈവത്തെ നമുക്ക് ചിന്തിപ്പാൻ തൊക്കോണ്ടിടയാക്കി. അതിനോട് ചേർന്ന് അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് ധരിപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. നാം വായിച്ച വേദഭാഗത്തിൽ എന്നെ ആരംഭത്തിൽ ചിന്തിപ്പിച്ച വാക്കിതാണ്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്ത് സംഭവിച്ചു? ഇതാണ് ചോദ്യം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചിന്തിയ ആ രക്തം വഴി എന്ത് സംഭവിച്ചു എന്ന് അപ്പോസ്തലൻ പൗലോസോട് പറയുകയാണ്. അവൻ നമുക്ക് സമാധാനം തന്നു. സ്നേഹം മാത്രമല്ല, നമുക്ക് അവൻ സമാധാനം നൽകി തരുവാൻ തൊക്കവണ്ണം ഇടയാക്കി. സമാധാനം നൽകിക്കൊണ്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. നമ്മുടെ എഫെസ്യർ 2-ാം അധ്യായത്തിൽ എൻ്റെ മകൻ വായിച്ച അതേ ഭാഗത്തിൽ മറ്റൊരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും. എഫെസ്യർ 2-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ക്രിസ്തേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ സമീപസ്ഥരാക്കി തീർന്നു. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം വഴി, ചിന്തിയ രക്തം വഴി നമുക്ക് സമാധാനം നൽകി തന്നു. മാത്രമല്ല എഫെസ്യർ പറയുകയാണ് അവൻ നമുക്ക് സമീപസ്ഥനായി തീർന്നു. മാത്രമല്ല തൊട്ട താഴെ പറയാണ് അവൻ നമ്മുടെ സമാധാനം എന്ന് പറയാൻ ഇടയാക്കി. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് സമാധാനം നൽകി തന്നു. മാത്രമല്ല സമീപസ്ഥനായി തീർന്നു. അത് മാത്രമല്ല അതിന്റെ 15-14 വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ പറയുകയാണ്. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളയുവാൻ തൊക്കയാക്കി. ഒരു നടിച്ചുവരുണ്ടായിരുന്നു, അതിന്റെ നടിച്ചുവര് ഇടിച്ചു കളയുവാൻ തൊക്കവണ്ണം അവിടുന്ന് ഇടയാക്കി. മാത്രമല്ല 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ വന്നു ദൂരത്തായിരുന്നവർക്ക് സമാധാനം നൽകി തരുവാൻ തൊക്കയാക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവിടെ നമുക്ക് സമാധാനം നൽകി സമീപസ്ഥനായി തീർന്നു. നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. മാത്രമല്ല പിന്നെയും നമുക്ക് സമാധാനം നൽകി തരുവാൻ തൊക്കയാക്കി. അപ്പോസ്തലൻ പൗലോസ് 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവിന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ഒരു സഭ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാം പല ഭവനങ്ങളിലായിരുന്നു നമ്മെ ഏകപിതാവിന്റെ മക്കളായി ഈ ആലയത്തിൽ കടന്നു വന്ന് വലിയവനായ നമ്മളെ വീണ്ടെടുത്ത ആ രക്തം ചെന്തി നമ്മെ വീണ്ടെടുത്ത ആ വലിയനായ ദൈവത്തിന്റെ മക്കളാക്കി തീർന്ന് അവരെ ആരാധിപ്പാൻ തക്കവണ്ണം നമുക്കിടയാക്കിയ ആ വൻകൃപകൾക്കായി നമുക്ക് സ്തുതിക്കാം. മാത്രമല്ല ക്രൂശിൽ ചെന്ന രക്തത്തെ കുറിച്ച് മത്തായി സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ യൂദാ പറയുന്നത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു. കുറ്റമില്ലാത്ത രക്തത്തെ, സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന ആ രക്തത്തെ ആ കർത്താവ് ഒറ്റിക്കൊടുപ്പാൻ തക്കവണ്ണം നമ്മളെ വീണ്ടെടുത്ത അവസാനത്തിൽ രക്തം വരെ ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ രക്തം അത് കുറ്റമില്ലാത്ത രക്തമാണ്. കുറ്റമില്ലാത്ത രക്തത്തെയാണ്. അതുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത, നമുക്ക് സമാധാനം തന്ന, നമ്മെ വേർപാട് നടത്തി വിളിച്ചു കളഞ്ഞ് സമീപസ്ഥനായിരിക്കുന്ന, ദൂരസ്ഥനായി നമ്മെ സമീപസ്ഥനായിരിക്കുന്ന ഇങ്ങനെയുള്ളവരാണ് കർത്താവ് ആ സമാധാനവും സമീപസ്ഥനായി തീർത്തതെന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുമ്പേ ദൂരെ കിടന്നവരായിരുന്നു നമ്മെ, പാലത്തെ കുറിച്ച് അശുദ്ധനായി കിടന്നവരാണ് നമ്മെ, 10-ാം തലമുറയ്ക്ക് പോലും കർത്താവിലേക്ക് കടന്നു വരുവാൻ യോഗില്ലാത്ത നമ്മെ, ബോസ് പറഞ്ഞ പോലെ ചത്ത നായെ പോലെ ഇരിക്കുന്നവരെ നമ്മെ വീണ്ടെടുത്തു. തന്റെ സ്വന്തം രക്തത്താൽ നമ്മെ അവൻ വീണ്ടെടുക്കുവാൻ തൊക്കയാക്കി. വീണ്ടെടുക്കുക മാത്രമല്ല, നമ്മെ അവന്റെ മക്കളാക്കി തീർത്തു, പ്രിയ മക്കളാക്കി തീർപ്പാൻ തൊക്കയാക്കി. യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തൊക്കയാക്കി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. ശുദ്ധീകരിച്ച രക്തമാണ്. പാപിയായ മനുഷ്യനെ ദൈവം മുമ്പാകെ അശുദ്ധനാണ്. എന്നാൽ അശുദ്ധിയായ നമ്മെ ദൈവം വിശുദ്ധമാക്കാൻ തൊക്കയാക്കി. അതുകൊണ്ട് പാപത്താൽ അശുദ്ധനായ മനുഷ്യനെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ മുൻപിൽ നിൽപ്പാൻ തൊക്കവണ്ണം അവിടെ ഇടയാക്കി. ആ വലിയ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം
അവനിങ്ങനെ ദൈവത്തിന്റെ ആ കർത്താവായ യേശുവിന്റെ രക്തം ചിന്തി നമ്മെ ശുദ്ധീകരിച്ച നമ്മുടെ പാപക്കറകളെ മാറ്റിയ യേശുവിന്റെ രക്തത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തം അത് പരിശുദ്ധമായ രക്തമാണ്, അത് നിർമ്മലമായ രക്തമാണ്, അത് പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. ആ രക്തത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഭക്തനായ കവി പാടിയതുപോലെ രക്താംബരം പോൽ കടും ചുവപ്പായിരുന്ന നമ്മുടെ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പാൻ തക്കവണ്ണം അവർ ഇടയാക്കി. മാത്രമല്ല, എന്തൊരു അത്ഭുതമാണ് ആ ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തിന്റെ ആഴം, ഉയരം, നീളം, വീതി നമുക്ക് അളക്കുവാൻ സാധ്യമല്ല. അത്രത്തോളം നമ്മെ സ്നേഹിച്ചു. ഭക്തനെ കവിമാർ പാടിയതുപോലെ പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രമേ സാധിച്ചുള്ളൂ. പാപബന്ധനം വഹിക്കുവാൻ യേശു കർത്താവിന്റെ രക്തം മാത്രമേ സാധിച്ചുള്ളൂ. ആ വിലയേറിയ രക്തം നമ്മെ വീണ്ടെടുത്തു. വിലയില്ലാത്ത നമ്മെ വില കൊടുത്ത് വാങ്ങിയ ആ വലിയ രക്തത്തെ ഓർത്ത്, ആ വലിയ സ്നേഹത്തെ ഓർത്ത്, ആ കരയെ ഓർത്ത്, നമ്മെ താഴ്ച നമ്മെ ഓർത്ത, വലിയ നമ്മെ വിടിയിച്ച ആ വലിയ ദൈവത്തെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ നാമം ഇന്നും എനിക്കും വാഴ്ത്തപ്പെടുവാനാകട്ടെ.